ഈ ലോകത്തിന്റെ രീതികൾ നമ്മൾ കാണാറുണ്ട്. നമുക്ക് സമ്പത്തും വിജയവുമുള്ളപ്പോൾ ആളുകൾ നമ്മുടെ ഒപ്പം നിൽക്കും. എന്നാൽ നമ്മൾ തകർന്നു പോകുമ്പോൾ പലരും നമ്മെ കൈവിട്ട് കളയും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ രീതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ എപ്പോൾ തകരുന്നുവോ, എപ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നുവോ, അപ്പോൾ ദൈവം നമുക്ക് ഏറ്റവും അടുത്തുണ്ടാകും. കർത്താവ് തകർന്ന ഹൃദയങ്ങളെ വെറുതെ വിടുകയല്ല ചെയ്യുന്നത്, അവയെ ചേർത്ത് പിടിച്ച് രക്ഷിക്കുകയാണ്. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, കർത്താവ് ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 147:3. ബൈബിളിലെ ഹന്നായുടെ ജീവിതം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. മക്കളില്ലാത്ത ദുഃഖത്താലും ചുറ്റുമുള്ളവരുടെ പരിഹാസത്താലും അവൾ ഹൃദയം തകർന്ന് ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. മനസ്സ് തകർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയം തകർന്നവൾക്ക് ദൈവം സമീപസ്ഥനായി മാറി. ദൈവം അവളുടെ സങ്കടം കേൾക്കുക മാത്രമല്ല, ശമൂവേൽ എന്ന മകനെ നൽകി അവളുടെ ജീവിതത്തിലെ വലിയൊരു വിടുതലായി അത് മാറുകയും ചെയ്തു. തകർച്ചയുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകുമെന്ന് ഹന്നായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മൺപാത്രം ഉടയുമ്പോൾ അത് ഉപയോഗശൂന്യമാകും. എന്നാൽ ഒരു മനുഷ്യ ഹൃദയം ഉടയുമ്പോൾ അത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ വലിയ യോഗ്യതകൾ കണ്ടിട്ടല്ല, മറിച്ച് നിങ്ങളുടെ തകർച്ചകളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. എന്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ തകർച്ചകളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന ഈ നിമിഷം ഓർക്കുക, യേശു നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽപ്പുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് കാണുന്നുണ്ട്. ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ തകർന്ന മനസ്സുകളെ കർത്താവ് സൗഖ്യമാക്കുകയും മുൻപത്തേക്കാൾ മനോഹരമായി നിങ്ങളെ മാറ്റുകയും ചെയ്യും. ആ വലിയ ദൈവിക സാന്നിധ്യത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.